ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കണം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ തയ്യേനി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറിട്ട് കിടക്കുന്ന ഒരു ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഏക്കർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീഡിയോസ് അല്ല പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീടൊക്കെ വെച്ച് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് പള്ളിയിലൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള ചർച്ച ഒന്ന് കാണിച്ചു കേട്ടോ. ഇതാണ് ഈ കാണുന്ന പള്ളി. നമുക്ക് ഇവിടെ നമ്മളെ പറമ്പിന്ന് അടുത്തുള്ള പള്ളിയാണ്, നമ്മളെ തയ്യേനി ടൗണിലുള്ള പള്ളിയാണ് കേട്ടോ. നമുക്ക് പറമ്പിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഈ ഒരു ചർച്ചിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാല്. ഇതാണ് നമുക്ക് അടുത്തായിട്ടുള്ള ചർച്ച്. കുറഞ്ഞ വിലക്കുള്ള സ്ഥലങ്ങളൊക്കെ തെരഞ്ഞ് നടക്കണ്ടെങ്കിൽ അതും കുറഞ്ഞ സ്ഥലങ്ങൾ ഒരു ഏക്കർ പ്ലോട്ടൊക്കെ തെരഞ്ഞ് നടക്കണം ഉണ്ടെങ്കിൽ ഇതാക്കണം. ഈ കാണുന്ന ഒരു ഏക്കർ പ്ലോട്ടാണ് കേട്ടോ. അപ്പൊ അതിന്റെ അതിൽ ഇതാക്കണം. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാണ് നമ്മളെ സ്ഥലം. നമ്മളെ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്നത് ഈസ്റ്റളേരി പഞ്ചായത്താണ്, വില്ലേജ് വരുന്നത് പാലാവയലാണ്. പിന്നെ ഇതാക്കണേ നമുക്ക് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഈ റോഡ് ഇതാക്കണം തയ്യേനിന്ന് വരുന്ന റോഡാണ്. തയ്യേനിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിക്കുള്ള ദൂരം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതാക്കണേ ഫുള്ള് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ ഇതാക്കണേ ഫ്ലോട്ടിന്റെ ഫ്രണ്ട് തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ട് കിടക്കുന്ന സ്ഥലം തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് മേലേക്കാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ ആണ് പോയൊക്കെ നമുക്ക് ടാറിംഗ് റോഡ് വന്നിട്ട് കയറി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഈ ഒരു പറമ്പിനകത്തോട്ട് തന്നെയാണ് കേട്ടോ. ഇത് നോക്കി നമ്മളെ തയ്യേനി ടൗണിനൊക്കെ വെറും 1 കിലോമീറ്റർ ദൂരമുള്ള ഇങ്ങോട്ട് എത്താൻ. ഇപ്പൊ അവിടുന്ന് തയ്യേനി നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ വെറും 50 രൂപ ആവുള്ളൂ നമുക്ക് ഇങ്ങോട്ടുള്ള ഓട്ടോ ചാർജ്. ഇനി കണ്ണൂരിന്നൊക്കെയാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു 74 കിലോമീറ്റർ ദൂരമാണുള്ളത്. അതുപോലെ ഇനിയിപ്പോ പയ്യന്നൂരിനാ വരുന്നുണ്ടെങ്കിൽ ഒരു 49 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കിയേ ഇതേപോലത്തെ തേക്കും തൈകൾ ഏകദേശം ഒരു 100ഓളം തേക്കും തൈകളുണ്ട് നമ്മളെ ഈ പറമ്പിനകത്ത് കേട്ടോ. പിന്നെ അത് നോക്കിയാൽ റബ്ബർ കണ്ടെങ്കിൽ ഏകദേശം 10-200ഓളം റബ്ബറുകൾ ഉണ്ട്. ഇതേപോലത്തെ റബ്ബർ തൈകളാണ് കേട്ടോ. 430 ഇനത്തിൽ പെട്ടിട്ടുള്ള 4ാം വർഷം പ്രായമായിട്ടുള്ള റബ്ബർ തൈകളാണ്. പിന്നെ പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ പ്ലാറ്റോറൊക്കെ നല്ല വെട്ടിയിട്ടേക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഭാഗത്ത് വട്ടയൊക്കെ ഉണ്ട് കേട്ടോ. പറമ്പിന്റെ ഇടയ്ക്കെല്ലാം ഇതേപോലത്തെ വട്ട പോലത്തെ കാട്ടുമരങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്കെല്ലാം. അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരാനുണ്ടെങ്കിൽ നോക്കിയേ ഒരുവിധ എല്ലാ മരത്തെ കൂടെ കുരുമുളകെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതേ കൂടെ എല്ലാം കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടല്ലേ. നമ്മളെ പറമ്പിലുള്ള റബ്ബറുകൾ ഏകദേശം 4ാം വർഷം പ്രായമായ മരങ്ങളാണ് കേട്ടോ. ഇതെല്ലാം 430 ഇനത്തിൽപ്പെട്ട നല്ല കിടിലും മരങ്ങളാണ് കേട്ടോ. പ്ലാറ്റോറൊക്കെ ഫുള്ള് കണ്ടില്ല നിങ്ങൾ ക്ലിയർ ആയിട്ട് വെട്ടി ക്ലിയർ ആക്കി ഇട്ടേക്കുന്ന സ്ഥലം തന്നെയല്ലേ. റബ്ബർ തൈ വലുതായി കഴിഞ്ഞാൽ ടാപ്പിംഗ് ആക്കാനൊക്കെ തുടങ്ങുന്ന ടൈം ആണെന്നുണ്ടെങ്കിലേ ടാപ്പിംഗ് ആക്കിക്കൊണ്ട് നടക്കാനാണെങ്കിലൊക്കെ സുഖമാണ്. പ്ലാറ്റോറൊക്കെ ഫുള്ള് ക്ലിയർ ആയിട്ട് വെട്ടിയിട്ടേക്കണാണ് കേട്ടോ. നിങ്ങൾ നോക്കിയേ മാവാണ് ഈ പൂത്തുക്കണ കേട്ടോ. നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ചക്കയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ചക്ക മാങ്ങ നിറയെ കിട്ടും കേട്ടോ. പിന്നെ തെങ്ങ് അങ്ങോട്ട് നോക്കിയാൽ ഒരു 5-6 തെങ്ങുണ്ട് ഇതേപോലെ നന്നായിട്ട് കായ്ക്കണ കേട്ടോ. ഒക്കെ നല്ല കായ പിടിക്കണം. നമുക്ക് വീട്ടിലെ ആവശ്യത്തിനൊക്കെ കറക്കി കൂട്ടാനൊക്കെ തേങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ ഇതാക്കണേ നമുക്ക് ഇവിടെ ഉണ്ട് പ്ലാവ് കൊണ്ട് നോക്ക്. നിമ്മലൊക്കെ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കൊണ്ട് നോക്ക് നിമ്മലൊക്കെ നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട് മേലെ. ഇത് വലിയൊരു പ്ലാവ് കണ്ടില്ലേ. ചക്കയ്ക്കും മാങ്ങയ്ക്കും തേങ്ങയ്ക്കും ഒരു പഞ്ഞമല്ല അല്ലേ. അതിലൊക്കെ ചക്ക മേലെ പിടിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്ലാവുമ്മ കൂടെ കൊടിയും പിടിപ്പിച്ചിട്ടുണ്ട്. കുരുമുളകും കിട്ടും കേട്ടോ. വീട്ടില് അരച്ചു കൂട്ടാനൊക്കെ കുരുമുളകും കിട്ടും. അപ്പൊ അത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് തയ്യേനി ടൗണിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം അകലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഓണർ ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം 12 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക സ്കൂൾ സൗകര്യം നമുക്ക് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തയ്യേനി ഗവൺമെന്റ് ഹൈസ്കൂൾ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പയ്യന്നൂർ, ചെറുപുഴ, ചിറ്റാരിക്കൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലോട്ടൊക്കെ ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തയ്യേനിയിൽ എത്തിക്കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ഞായറാഴ്ച ദിവസം പള്ളിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യേനിയിലോട്ട് ചെന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്പലമാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് തയ്യേനി ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. മുസ്ലിം പള്ളി നമുക്ക് ഏകദേശം 5 കിലോമീറ്ററിന്റെ ഉള്ളിൽ പുളിങ്ങോത്താണ് നമുക്ക് മുസ്ലിം പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. ഈ ഒരു സ്ഥലം ആർക്കെങ്കിലും എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും നമ്മളെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു സ്ഥലത്തിന് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 12 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി കിട്ടിലും പ്ലോട്ടിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.